ധരിക്കണം. പ്രാർത്ഥിക്കാൻ അമ്മേ നീ പഠിച്ചാൽ, മുട്ടുകുത്താൻ അപ്പാ നീ പഠിച്ചാൽ, ഉപവസിക്കാൻ നിന്റെ കുടുംബത്തിന് ഒരു പരിശീലനം കിട്ടിയാൽ, പാതിരാത്രികളിൽ ഉണർന്നിരുന്ന് കൈവരിക്കാൻ ദൈവാത്മാവ് നിനക്ക് കൃപ തന്നാൽ, എന്റെ പ്രിയപ്പെട്ട മകനെ മകളെ, നിന്റെ കുടുംബത്തിന്റെ കെട്ടഴിയും. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യാമെന്ന് ആരും വിചാരിക്കരുത്. ഇത് യുദ്ധമാണ്. യുദ്ധം. ഈ യുദ്ധത്തിന് ദൈവം പറഞ്ഞ ആയുധങ്ങൾ എടുക്കണം. അപ്പൊ ദൈവം മോശയോട് പറഞ്ഞു, മോശെ നീ കൈ ഉയർത്തിപ്പിടിച്ച് നിൽക്കണം. അങ്ങനെ മോശ 2 കൈയും ഉയർത്തിപ്പിടിച്ച് നിന്നു. മോശയ്ക്ക് അന്ന് ഏതാണ്ട് 100 വയസ്സിലധികം പ്രായമുണ്ട്. 120ാമത്തെ വയസ്സിലാണ് മോശ മരിക്കുന്നത്. കാനാന്റെ പടിവാതിക്കൽ എത്തുമ്പോൾ മോശ മരിക്കും. മോശയ്ക്ക് ഏതാണ്ട് 110 വയസ്സ് പ്രായമുണ്ടെന്ന് കൂട്ടിക്കോ. 110 വയസ്സുള്ള മോശ എന്ന് പറയുന്ന ഈ ജ്ഞാനവൃദ്ധൻ കൈകൾ ഉയർത്തിപ്പിടിച്ച് നിന്നപ്പോ അദ്ദേഹത്തിന്റെ കൈ പതുക്കെ പതുക്കെ താഴാൻ തുടങ്ങി. എത്ര ഉയർത്തിപ്പിടിച്ചിട്ടും അല്പനേരം കഴിയുമ്പോൾ ശരീരത്തിന്റെ സ്വാഭാവിക തളർച്ചയുടെ ഫലമെന്നോണം ഈ കൈകൾ താഴാൻ തുടങ്ങി.